വിഷു കഴിഞ്ഞ് ഈസ്റ്റർ ആകുമ്പോഴാണ് ഞാൻ വിഷുവിൻ്റെ BTS വരുന്നത്. എനിക്ക് എന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത് ഗൈസ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ കോഴിക്കോട് പോണ വരെ. എനിവേ നമുക്ക് കുറച്ച് BTS കാണാം. ഞാൻ രാവിലെ ഒരുങ്ങി മാച്ചിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ബസ്സൊന്നും അങ്ങനെ ഞങ്ങൾ കയറി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഷൂട്ടിന് ഇവരൊപ്പം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കമ്പനിക്ക് വിളയും വിളിച്ച് അങ്ങനെ ഞാൻ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വരിക്കശ്ശേരി മനയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ 3 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാൻസ് ക്ലിക്ക് ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജായിരുന്നു. അപ്പോൾ പാവം കുട്ടി വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറേ വരിക്കശ്ശേരി മനൻ്റെ ഉള്ളിലും പുറത്തു കൂടെയൊക്കെ ഓടുക, നടക്കുക, ചാടുക, അങ്ങനെയുള്ള കുറേ പരിപാടികളായിരുന്നു. ലാസ്റ്റ് നമ്മൾ അരിതൻ്റെയും കൂടി ഫോട്ടോസ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ 3 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ആളെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ബൈ. ഓക്കെ, ശരി, കാണാം. റെഡി. ഒരു ഉച്ചയായപ്പോൾ തന്നെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓളും കൂടി ഫസ്റ്റ് സ്റ്റുഡിയോ പോയി. സ്റ്റുഡിയോ നമ്മുടെ മെയിൻ പാർട്ടാണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോയിട്ട് കുറച്ചിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പ്ലാൻ അങ്ങോട്ട് മാറ്റി. ഞങ്ങൾ വിചാരിച്ചു അച്ഛനമ്മയ്ക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളത് മൈൻഡായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാരീസൊക്കെ തിരഞ്ഞ് കല്യാൺസിലും എല്ലാം കുറേ കടകളിൽ കയറി ഇറങ്ങായിരുന്നു കേട്ടോ. എനിക്ക് ആ കോസ്റ്റ്യൂം ഇട്ട് നടക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണമാരെ പോയിട്ട് എണ്ണമാർ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വന്നിട്ട് ദം ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. വിഷു ഒക്കെ ആണല്ലോ. അപ്പം നമ്മൾ കുറച്ച് പർച്ചേസ്, സത്യം പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വിഷു ഒക്കെ എടുത്ത് നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്താണ് ഇതിന് വരുന്ന എക്സ്പെൻസ് എന്നൊക്കെ കേട്ടോ. സത്യമായിട്ട് എനിക്ക് ആ ദിവസമാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായത്. ഫ്രൂട്ട്സിനും ഇതിനും മറ്റേതിനൊക്കെ ഇത്ര വില ഉണ്ടായിരുന്നു, എങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. ഉറപ്പുണ്ടോ? അത് മേലെ പോയി പൊട്ടുന്നല്ലേ പറഞ്ഞേ? പൊട്ടും. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബസ് കയറാൻ വേണ്ടി പോവാണ്ടോ. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് നമ്മളെ വീട്ടിലോട്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത്രയും സാധനം ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലോട്ട് എത്തിക്കും എന്നുള്ളതാണ്. പകുതി വരെ വെള്ളം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ എന്തോ ചെയ്യുന്നു കണ്ടായിരുന്നു. എനിവേ നമ്മളെ വിഷുവിൻ്റെ തലേ ദിവസത്തെ പരിപാടികൾ ഇതൊക്കെ ആയിരുന്നു. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.